ഹായ്, ഞാൻ അശ്വതി. എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുക എന്നുള്ളതല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് വലുതായിട്ടൊന്നും അല്ല കേട്ടോ. നമുക്കൊരു ചെറിയൊരു ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നി. അത് വാങ്ങി തിന്നാനായിട്ട് നമ്മൾ അധ്വാനിച്ച പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് എനിക്ക് ഏജ് ഓഫ് 18 തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളെടുത്ത് പറയാൻ പോകുന്നത്. +2 കഴിഞ്ഞ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പുറത്തെവിടെയെങ്കിലും പോയി പഠിക്കണം എന്നുള്ളത്. അത് നടക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അത് നടന്നു. കോഴിക്കോട് നിന്ന് ഒത്തിരി ദൂരെയൊന്നും അല്ലെങ്കിലും എറണാകുളം ജില്ലയിൽ വന്നിട്ട് എനിക്ക് അന്നപ്പം പഠിക്കാം BCA എന്ന് പറഞ്ഞൊരു കോഴ്സ് ഞാൻ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛന് ചെറിയൊരു ആക്സിഡൻറ്റ് വന്നു. അങ്ങനെ എൻ്റെ സെം ഫീസ് അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് ഒന്നും അടയ്ക്കാൻ പറ്റാതെ ഒരു 3 സെമ്മോളം അത് അങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കറിയാലോ, നമ്മളങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ മാത്രം ഫീസൊക്കെ അടയ്ക്കാണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ക്ലാസ്സിൽ വന്ന് നമ്മളെ പേരും കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ആ ഒരു സമയത്ത് എനിക്കതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു നാണക്കേട് പോലെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 3ാമത്തെ സെമ്മായ സമയത്ത് ഞാൻ എൻ്റെ കോഴ്സ് അവിടെ വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. അച്ഛനാണെങ്കിൽ ഒട്ടും വയ്യാണ്ടിരിക്കുകയാണ്. വയ്യാതെ അച്ഛൻ കുക്ക് ചെയ്യുന്നതും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കണ്ട് എനിക്കാകെ മനസ്സലിഞ്ഞ് ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല, എൻ്റെ പഠിത്തം അവിടെ വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. എനിക്ക് അവിടെ നിന്ന് ടീച്ചേഴ്സും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കോൾ ബാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എന്തോ എനിക്ക് വീട്ടിലത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് ഞാൻ എൻ്റെ പഠനം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് ഫിനാൻഷ്യലി അത്ര ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ലായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ എല്ലാം കൊണ്ടും എൻ്റെ പഠനം അവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഉള്ളിൽ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, അവർ ഡിഗ്രി ഹോൾഡേഴ്സ് ആവുന്നു. അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. നമുക്ക് എപ്പോഴെങ്കിലും ആ ഒരു ഇതുണ്ടാകും. അതായത് നമുക്ക് എങ്ങനെയെങ്കിലും പഠിക്കാം, കുറച്ച് കഴിഞ്ഞാലും പഠിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുകയാണ്. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി അലക്കുന്നു, വീട്ടിൽ അടിച്ചു വാരുന്നു. അങ്ങനെ വീട്ടുപണികൾ മാത്രം എടുത്ത് എൻ്റെ ആ ഒരു മൈൻഡ് ഭയങ്കരമായിട്ട് ഒരു ഇപ്പോഴാണ് നമ്മൾ ഡിപ്രഷൻ എന്നൊക്കെ പറയാൻ പോകുന്നത്. പക്ഷെ അന്നും ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഡിപ്രഷൻ തന്നെയാണ് സത്യത്തിൽ. അങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഞാൻ വെറുതെ ഇരിക്കുന്നത്, എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? അങ്ങനെയുള്ള ചിന്ത എനിക്ക് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ നല്ല കുറച്ച് ഫ്രണ്ട്സൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നീ ജോലിക്ക് പോവോ, എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് പൈസ ഉണ്ടാക്കാം, നിനക്ക് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോലികൾ അന്വേഷിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ജോലി വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. SBI കാർഡിലാണ് കേട്ടോ ഞാൻ ഫസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലെ അത് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് SBI ഈങ്ങാപ്പുഴ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ്, കാലിക്കറ്റ്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഫസ്റ്റ് ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയി. എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ജോലി കിട്ടി, എൻ്റെ ഫസ്റ്റ് സാലറി കിട്ടി. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഞാൻ അധ്വാനിച്ചൊരു പൈസ അത് ചോദിക്കാൻ ആരുമില്ല. മീൻസ് എൻ്റെ ഒരു പൈസയ്ക്ക് ഞാൻ മാത്രമാണ് അന്നൊരു അധികാരം ഉണ്ടായിരുന്നത്. വേറെ ആരോടും എനിക്ക് ഈ എന്തിന് ചിലവാക്കിയെന്ന് പോലും പറയണ്ട. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എനിക്ക് ആ ഒരു 18ാമത്തെ വയസ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അന്ന് എനിക്ക് ഈ പൈസ എന്ത് ചെയ്യണം, സമ്പാദിക്കണം, അല്ലെങ്കിൽ അത് സേവ് ചെയ്യണം എന്നൊന്നും പറഞ്ഞു തരാനുള്ള ആരുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആ സമയത്തിൽ ഏറ്റവും വലിയൊരു വിഷമമായിരുന്നു നല്ല നല്ല ഡ്രസ്സുകൾ ഇടാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ വിചാരിച്ചു ആ ഒരു ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ട് നടക്കട്ടെ. അങ്ങനെ ഫസ്റ്റ് ആ ഒരു സമയത്ത് തന്നെ ഞാൻ എനിക്ക് വേണ്ട ഡ്രസ്സുകൾ വാങ്ങാൻ തുടങ്ങി. അനിയന് വേണ്ട അല്ലറ ചില കാര്യങ്ങൾ, അച്ഛന് വേണ്ട കുറച്ച് ഡ്രസ്സ്. അങ്ങനെ ഡ്രസ്സിലേക്കായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് പൈസ എന്ന് പറയുന്നത്. പിന്നെ എനിക്കിങ്ങനെ തോന്നി, എന്തെങ്കിലും ചെറിയ സ്വർണത്തിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങണം. ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കതൊന്നും ഇല്ലാത്തത് കൊണ്ട് വാങ്ങണം എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു കുഞ്ഞി മോതിരം എൻ്റെ സെക്കൻഡ് സാലറി കിട്ടിയപ്പം അന്ന് എനിക്ക് തോന്നുന്നു ഒരു 6000 റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളായിരുന്നു ആ ഒരു സംഭവത്തിന്. അങ്ങനെ ഞാൻ ചെറിയൊരു മോതിരം ഞാൻ വാങ്ങി.
എനിക്ക് വേണ്ടിയിട്ട്. അതായിരുന്നു ഫസ്റ്റ് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൊരു വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ജോലിക്ക് പോയി പൈസ കിട്ടാനായിട്ട് തുടങ്ങി. പിന്നെ പഠനത്തിൻ്റെ കാര്യത്തിലേക്കൊന്നും അത്ര ചിന്ത ആ സമയത്ത് പോയിട്ടില്ലായിരുന്നു. കാരണം ഞാനപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ അച്ഛന് ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആ ഒരു സമയത്ത് ഭയങ്കര ഒരു ലോ ലെവലായിരുന്നു എന്നുള്ളതായിരിക്കും സത്യം. അതുകൊണ്ട് തന്നെ അച്ഛന് ചില സന്ദർഭങ്ങളിലൊക്കെ ചില ആൾക്കാരോട് പൈസ കടം വാങ്ങേണ്ട സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഒരു 1000 രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ അച്ഛാ എടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ളൊരു പൈസ എൻ്റെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു സമയം മുതലേ സേവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അച്ഛൻ ചോദിക്കുന്നതല്ല 10,000 20,000 ഒന്നും കൊടുക്കാൻ എൻ്റെ കയ്യിൽ അപ്പം ഇല്ലെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങാൻ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി എപ്പോഴെങ്കിലും ചോദിക്കുമ്പോൾ ഒരു 1000 500 2000 ഒക്കെ കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ആ ഒരു സമയത്ത് തന്നെ ഞാൻ ആ ഒരു പൈസ കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ സ്ഥലത്ത് ആ ഒരു സമയത്ത് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. SBI കാർഡിൽ ജോലിക്ക് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഡ്രോപ്പ് ചെയ്ത് പിന്നെ ഒരു IT കമ്പനിയിൽ ജോലിക്ക് പോയി. ആ ഒരു +2 ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ജോലികൾക്കൊക്കെ ആ ഒരു സമയം പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ജിമ്മിൽ മാർക്കറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അധികവും മാർക്കറ്റിംഗ് തന്നെയായിരുന്നു കേട്ടോ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഏൺ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വെഡ്ഡിങ്ങിൽ ഞാൻ വെൽക്കം ഗേളായിട്ട് എനിക്ക് അച്ഛന് തീരെ ഇഷ്ടമല്ലായിരുന്നു പോകുന്നതൊന്നും. പക്ഷേ എന്നാലും പൈസ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സമയത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ജോലികളും ഞാൻ ആ ഒരു 18ാമത്തെ വയസ്സ് മുതൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് വേണ്ട സാധനങ്ങളും എനിക്ക് വേണ്ട കാര്യങ്ങളും ഇനിയിപ്പോൾ ഒരു കമ്മലാണെങ്കിൽ പോലും ആ ഒരു സമയത്ത് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇന്ന് വരെ എൻ്റെ ഓർമ്മയിൽ അച്ഛനോട് എനിക്ക് ഒരു ബസ്സിന് പോകാൻ പൈസ ഇല്ലെന്നോ അല്ലെങ്കിൽ എനിക്കൊരു സാധനം വാങ്ങാൻ പൈസ ഇല്ലെന്നോ ഒന്നും പറഞ്ഞിട്ട് എനിക്ക് ചോദിക്കേണ്ടി വന്നിട്ടുള്ളൊരു സിറ്റുവേഷൻ ദൈവം സഹായിച്ചിട്ട് ഉണ്ടായിട്ടില്ല. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഏൺ ചെയ്യാറുണ്ട് ഇപ്പോഴും. ഒരുപാട് പൈസയും കാര്യങ്ങളൊന്നും സമ്പാദിച്ചിട്ടില്ലെങ്കിലും എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള ചെറിയ ചെറിയ പൈസകൾ ഞാൻ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. നമ്മളെടുത്ത് തന്നെ പൈസ ഉണ്ടാകും. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ ഞാൻ എൻ്റെ പഠിത്തം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. പിന്നെ ഞാൻ LICൻ്റെ ഒരു കമ്പനിയിൽ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വീട്ടിൻ്റെ അടുത്തുള്ള മക്കൾക്കൊക്കെ ട്യൂഷനൊക്കെ എടുത്ത് കൊടുത്തിട്ട് അങ്ങനെയും കുറച്ച് പൈസകൾ ഞാൻ ആ സമയത്ത് എടുത്ത് വെക്കാറുണ്ടായിരുന്നു. എൻ്റെ കാര്യങ്ങൾ നടക്കാനാണെങ്കിൽ പോലും. പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പോഴും സേവിങ് ആയിട്ട് ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കുഞ്ഞി മോതിരല്ലാതെ വേറെ സേവിങ് കാര്യങ്ങൾ എൻ്റെ കയ്യിലില്ലായിരുന്നു. എന്നാൽ എൻ്റെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ കുറേ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഞാൻ മനസ്സിലാക്കി ഒരു ഡിഗ്രി എങ്കിലും ഇല്ലെങ്കിൽ എനിക്കൊരു വിലയില്ല എന്ന് എൻ്റെ മനസ്സിൽ തന്നെ തോന്നി. ഒരു ഡിഗ്രി പോലും ഇല്ല, ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാനൊരു +2 ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് എന്നെ തന്നെ എനിക്ക് കുറച്ച് കാണാനായിട്ടൊരു സംഭവം ഉണ്ടായ സമയത്ത് ഞാൻ വീണ്ടും കോളേജുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ മൈൻഡിൽ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ ഇപ്പോൾ പോകുമ്പോൾ അവരൊക്കെ ചേച്ചി ആയിരിക്കുമല്ലോ ഞാൻ ക്ലാസ്സിൽ, അങ്ങനത്തെ കുറേ നെഗറ്റീവ് പോയിൻറ്റ്സൊക്കെ എൻ്റെ മൈൻഡിലേക്ക് വന്നു. പക്ഷെ ഞാൻ തളർന്നില്ല. ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചു. പൈസേൻ്റെ ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് അറിയായിരുന്നു. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തു. എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് IHRD കോളേജിൽ അഡ്മിഷൻ കിട്ടി. BA ഇംഗ്ലീഷിനായിരുന്നു ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് പാട്ട്, കഥ അങ്ങനത്തെ, അതുപോലെ തന്നെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത്ര ഫ്ലുവൻ്റ് അല്ലെങ്കിലും ഇംഗ്ലീഷിൽ അത്യാവശ്യം മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ BA ഇംഗ്ലീഷ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അഡ്മിഷൻ കിട്ടി. എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ഫുൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പകുതി വരെ ഓൺലൈൻ ക്ലാസ്, ഒരു 3rd സെം വരെ ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങ് പോയി. പിന്നെ ക്ലാസ്സിൽ പോയി ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസയുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ബുക്ക് വാങ്ങണം, നമുക്ക് ഒരുപാട് ഫീസ് അടയ്ക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അപ്പോഴും ഉണ്ട്. പിന്നെ ഹോസ്റ്റൽ ഫീസും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കമഡേഷൻ എനിക്ക് വേണ്ടായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ നിന്നായിരുന്നു പോയി വന്നിട്ടുണ്ടായിരുന്നത്. കാര്യങ്ങളൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്ക് അത്ര പൈസ ഇല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് പൈസ ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പുറത്ത് പോയി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു. വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും പഠിച്ച് ഡിഗ്രി എടുക്കുക എന്നുള്ളൊരു ചിന്തയായി. വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചു, ഡിഗ്രി എടുത്തു.
അതിന് വേണ്ടിയിട്ട് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിനെ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു തവണ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ ഞാനത് പഠിച്ചു. പിന്നെ എറണാകുളം വന്നപ്പം എൻ്റെ ഒരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് ഞാൻ വന്ന സമയത്ത് ഫസ്റ്റ് നാരോവിങ്സ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കാദമിയിൽ ഞാൻ ജോലിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വർക്കിംഗ് പ്ലേസ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു വർക്കിംഗ് പ്ലേസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ട് കാരണം എനിക്ക് നല്ല രീതിയിൽ അവിടുന്ന് പഠിക്കാനല്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റി, നല്ല രീതിയിൽ ഏൺ ചെയ്യാനും പറ്റി. ആ സമയത്ത് എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ എനിക്ക് ആവശ്യപ്പെട്ട ലാപ്ടോപ്പ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എൻ്റെ സാധനങ്ങൾക്കൊക്കെ വാങ്ങാനുള്ളൊരു പൈസ എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഹവായി സ്റ്റോറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞാനൊരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി കമ്പനിയിൽ ഒരു പാർട്ട്ണർ എന്ന് പറയണോ എന്ത് പറയണമെന്ന് അറിയില്ല, അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്ത് ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി ആ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിലാണുള്ളത്. എൻ്റെ പാർട്ട്ണർഷിപ്പിലുള്ള കമ്പനിയാണ്. അതിൽ ഞാൻ ഏറ്റവും ബ്ലെസ്ഡ് ആണ് ആ ഒരു കാര്യത്തിൽ. സംഭവം സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത്. പക്ഷെ ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ തല ഒരു സമയം പോലും റെസ്റ്റിലിരിക്കില്ല. ഉറങ്ങുമ്പോൾ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അയ്യോ കൊട്ടേഷൻ അയച്ചില്ല, അയ്യോ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്നുള്ള ചിന്തകളാണ് ഉറക്കത്തിൽ പോലും സ്വപ്നത്തിൽ പോലും വരുന്നത്. പക്ഷേ ഇപ്പം എന്തായാലും ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, എല്ലാം കൊണ്ടും സെറ്റാണ്. അപ്പം ഇപ്പം കുറച്ച് സേവിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതായത് കുറി എന്താ നിങ്ങൾ പറയാമെന്നറിയില്ല, അങ്ങനെ കുറിക്കൊക്കെ ജോയിൻ ചെയ്ത് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, ഒരുപാട് പൈസയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നു. ഇങ്ങനെയാണ് എൻ്റെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എനിക്ക് കിട്ടിയിട്ടുള്ളൊരു കഥ എന്ന് പറയുന്നത്. കുറേ സാക്രിഫൈസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളും കുറേ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, അപ്പോഴേ നമുക്ക് കുറച്ച് സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇപ്പം ഞാൻ ഓവറോൾ ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഗുണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ഹാപ്പിയാണ്. പിന്നെ ഒരുപാട് സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് അച്ഛന് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ, ആവശ്യത്തിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അച്ഛന് അത്യാവശ്യം കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഒരു കറണ്ട് ബില്ല് അടയ്ക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഗ്യാസിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് എൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ കുഞ്ഞി അച്ഛന് 2 ഫോൺ വാങ്ങിക്കൊടുക്കാൻ പറ്റി. അങ്ങനെ കുഞ്ഞി കാര്യങ്ങളൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ദൈവം സഹായിച്ച് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.